ഇത് വഴിയാണ്. വഴി അങ്ങോട്ട് കയറി വന്ന് ആ മതിൽ അതിർത്തി. ആ പശു നിൽക്കുന്നത് അതിർത്തി. വെള്ളത്തിന് മോട്ടർ തറയൊക്കെ ഉണ്ട്, മോട്ടറും എല്ലാം ഉണ്ട്. കൊക്കിനൊക്കെ ഉത്സവം, കൊക്കിനൊക്കെ ഫുഡ് കളച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴയൊക്കെ അടിച്ച് കളയുക. അയൽക്കൂട്ടക്കാർ വാഴ കൃഷി നടത്തി. മൊത്തം നമുക്ക് ചെയ്യാം, മൊത്തം സ്ഥലവും നമുക്ക് ചെയ്യാം. 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലവുമുണ്ട്. മൊത്തം നമുക്ക് ചെയ്യാം. ട്രാക്ടർ അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം അടിച്ച് പിന്നെ 2 പ്രാവശ്യം അടിക്കുമ്പോഴാണ് നഗരം വാഴ വരെ അരിഞ്ഞു പോവുക. ട്രാക്ടർ വലിച്ചു കഴിയുമ്പോൾ വാഴ വരെ അരിഞ്ഞു പോവുക. ഒരു കൊല ഉണ്ടായിരുന്നു, അത് പോയി. ഇവിടെ കപ്പയും ചേമ്പും ചേനയും നടാം. ഇവിടെ കപ്പയും ചേമ്പും ചേനയും നടാം. പിന്നെ അത്യാവശ്യം വെജിറ്റബിളും നടാം. കള്ളന്മാരെ ശല്യം കൊണ്ട് തോന്നുന്നു. ഇവിടെയൊക്കെ ക്യാമറ വെക്കില്ല. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ക്യാമറ വെക്കും. എപ്പോൾ തീരും? എത്ര മണിയാകുമ്പോൾ തീരും? കാണണം കേട്ടോ, ഒന്നിനും മുമ്പ് ഒന്ന് കാണണം. വാടി ഇത് ആ കെട്ടി എടുത്ത് ആ ഒരെണ്ണം വെട്ടിയിടുകയാണ്. ഇത് അവിടെ ഒരെണ്ണം ഉണ്ട് ഒടിഞ്ഞു കിടക്കും. കൊല ഓടിവാ. ഉച്ചയാകുമ്പോ തീരുന്നു. പറഞ്ഞ ഉച്ചയാകുമ്പോ തീരുന്നു. വാഴയൊക്കെ അത് അയൽക്കൂട്ടക്കാരുടെ കൃഷിയായിരുന്നു, അത് നിർത്തി.
അയൽക്കൂട്ടക്കാർ കൃഷി നടത്തിയിട്ടുണ്ട്. വാഴക്ക് വെള്ളമില്ലായിട്ടല്ല ഇങ്ങനെ ഇപ്പോൾ ശ്രദ്ധിക്കാതെ വെള്ളമില്ലാതെ വളമില്ലാതെ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് നിർത്തില്ലേ, ഏകദേശം ഒരു 10-60 കൊലയെങ്കിലും ഞങ്ങളുടെ വെട്ടിട്ടുണ്ട്. നല്ലപോലെ വാരം ഒരു വാഴ കൃഷി ചെയ്തു. ഈ പറഞ്ഞ കൃഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭ്രാന്തായിരുന്നു. ഞാൻ നല്ലപോലെ കൃഷി ചെയ്ത വ്യക്തിയാണ്. അത് കളയത്തില്ലടി. ആ ആ പിന്നെ തെങ്ങിനും വാഴക്കൊക്കെ നനക്കാം. ആ തെങ്ങിനും നിൽക്കുന്ന വാഴക്കൊക്കെ നനച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ബാക്കിയുള്ള വാഴക്കൊക്കെ നനച്ചു. ആ തെങ്ങ് അയ്യോ അവിടെ സ്റ്റക്കായി. ഇല്ല അവിടെ ഉടക്കി. ആ തെങ്ങിലുടക്കി. തെങ്ങൊക്കെ ഒന്ന് തടമെടുത്ത് തന്നാൽ കൊള്ളാം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നനക്കാം. ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ പറയാണ് കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഇത്രയും സ്ഥലം ഒന്ന് കാണിച്ചിരിക്കും. മൊത്തം കാണിച്ചു. ഇത്രയും സ്ഥലം 1 ഏക്കർ 1 ഏക്കർ 4 സെൻറ്റോ 14 സെൻറ്റോ ഉണ്ട്. 1 ഏക്കർ 4-14 സെൻറ്റ് ഉണ്ട്. ഇതെനിക്ക് വെറുതെ കൃഷി ചെയ്യാൻ തന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇന്നലെ ട്രാക്ടർ വെപ്പായിരുന്നു. നേരത്തെ കണ്ട വീഡിയോ അതാണ്. ട്രാക്ടർ വെപ്പൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ട്രാക്ടർ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് കേട്ടോ കേട്ടോ, 1 അടിയോളം മണ്ണിളക്കിയിട്ടുണ്ട്. എല്ലാം മണ്ണിളക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ട്രാക്ടർ വെച്ച് വരമ്പുണ്ടാക്കാൻ പോവാം. ചീര നടാനുള്ള വീതിയുള്ള വരമ്പ്, പച്ചക്കറി നടാനുള്ള വീതി കുറഞ്ഞ വരമ്പ്. പച്ചക്കറിയൊക്കെ നടുന്നത് ഈ വീതിയുള്ള വരമ്പായിരിക്കും. പക്ഷേ ചീര നടുന്നത് ഇതിൽ സ്വല്പം കൂടെ വീതിയുള്ള വരമ്പായിരിക്കും. വരമ്പുണ്ടാക്കാനായിട്ട് ഇനി ട്രാക്ടറിനെ വിളിക്കണം. ഇപ്പോൾ എല്ലാം കിളച്ചിട്ട് കംപ്ലീറ്റ് കിളച്ച് ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യാൻ പോകുന്നത് ചീരവർഗ്ഗം എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പടവലം, പാവൽ, പിന്നെ മത്തങ്ങ, പൊട്ടുവെള്ളരി, പിന്നെ വഴുതനങ്ങ, വഴുതനങ്ങ, നെയ്ക്കുമ്പളം, അങ്ങനെയുള്ള എല്ലാം നടുന്നുണ്ട്. പിന്നെ പടവലം, പീച്ചിങ്ങ, പിന്നെ പീച്ചിൽ പയറ്, പിന്നെ പയറ് 2-3 ടൈപ്പ് ഉണ്ട്. കുറ്റിപ്പയർ, പാവല്, പടവലങ്ങ, പാവല്, പിന്നെ നമ്മുടെ അതെല്ലാം എല്ലാ സാധനവും നടുന്നുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റവും നടാൻ വേണ്ടിയാണ് ഇത്ര സ്ഥലം. ലാവിശ്യ സ്ഥലമുണ്ട്. പിന്നെ അങ്ങറ്റം കപ്പ, ചേമ്പ്, ചേന, ആ ഐറ്റമായിരിക്കും അങ്ങറ്റം.
അങ്ങനത്തെ ഇച്ചിരി എളുപ്പമാണ് സ്ഥലം. ആ തെങ്ങിൻ്റെ ഈ വലിയ തെങ്ങിൻ്റെ അപ്പുറം അവിടെ അതാണ് നടുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല കാശായി, കിടച്ചപ്പോൾ നല്ല കാശായി. കുറച്ച് പൈസ ഞാൻ കൊടുത്തു, ബാക്കി പൈസ എൻ്റെ ഓണർ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് വരമ്പെടുക്കണമെങ്കിൽ ഒരു 6000 രൂപ 5000 രൂപ ചിലവുണ്ട്. ആ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ വരമ്പെടുപ്പിച്ചേനെ. പിന്നെ വരമ്പെടുപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുമ്മായത്തിൻ്റെ ആവശ്യമുണ്ട്. പച്ചക്കക്ക പൊടിച്ചതാണ് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മളെ നീറ്റ് കക്ക ആണെങ്കിൽ കുറേ ദിവസം പിടിക്കും. അപ്പോൾ പച്ചക്കക്കയുടെ പൊടി വാങ്ങിക്കണം, എന്നിട്ട് വേണം ട്രാക്ടറെ വിളിപ്പിക്കേണ്ടത്. 16000 രൂപ ചിലവുണ്ട്. അപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്. ക്യാഷ് ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നം. എന്തായാലും എനിക്ക് സ്ട്രോക്കൊക്കെ വന്നതല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ട്രാക്ടർ തന്നെ വിളിച്ചിട്ട് മൊത്തം വലിച്ച് തടവുണ്ടാക്കുകയാണ്. നമ്മുടെ ചീര നടാനായിട്ട് ഏകദേശം ഈ വീതി വരും. ചീര നടാൻ ഈ കമ്പിൻ്റെ അറ്റം മുതൽ ഈ കൈയുടെ അറ്റം വരെ വീതി വരും. മറ്റേത് പിന്നെ വഴുതനയൊക്കെ നടാൻ ഈ വീതിക്കുള്ള തടവാണ് എടുക്കുന്നത്. അത് മതി. എന്നുവെച്ചാൽ ഷീറ്റ് ഇടുന്ന മൂടുന്നില്ല, ആ ടൈപ്പ് എടുക്കുന്നത്. അപ്പോൾ അതെടുക്കാനാണ് പ്ലാൻ. പിന്നെ നനക്കാൻ മോട്ടറുണ്ട്, മോട്ടർ തറയുണ്ട്, കറണ്ടും ഉണ്ട്. മോട്ടർ തറയും കറണ്ടും ഉണ്ട്. ഈ മോട്ടർ തറയിൽ മോട്ടർ മുറിയാണ്. മോട്ടർ മുറിക്കാത്ത മോട്ടറും ഓസും കിടപ്പുണ്ട്. മോട്ടർ ഓസും ആശുപത്രി കിടപ്പുണ്ട്. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ മോട്ടർ തന്നെ ഓസ് കൊണ്ട് നനക്കാൻ ശ്രമിക്കും. അഥവാ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഒന്നില്ലെങ്കിൽ തുള്ളി നനയും, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ വെച്ചുള്ള നനയും ഞാൻ ആശ്രയിക്കും. തൽക്കാലം ഇത് നമ്മൾ നനക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പിന്നെ സ്പ്രിംഗ്ലർ നനയാ തുള്ളി നനയാ ആക്കും. ചീരയുടെ ചോട്ടിലൊക്കെ സ്പ്രിംഗ്ലർ വെച്ച് ഇങ്ങനെ അടിക്കുന്നതാണ് നല്ലത്. സ്പ്രിംഗ്ലർ വെച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ചീരയുടെ ചോട്ടിൽ ഒരു വലിയ പൈപ്പ് എടുത്തിട്ട് അതിനകത്ത് കണക്ട് ചെയ്ത് സ്പ്രിംഗ്ലർ വെച്ച് അടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതങ്ങനെ ചെയ്യും. വളമൊക്കെ നമ്മൾ കൊണ്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ അവസ്ഥ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം നനക്കണ്ടേ, ഒരു കഷ്ടപ്പാടാണത്. അപ്പോൾ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് വാടകയൊന്നുമില്ല, കറണ്ട് ചാർജൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഓണറിൻ്റെ ഒരു പയ്യനാണ്, പുള്ളിക്കാരൻ ഒരു സാറാണ്, കോളേജിലെ സാറാണ്. നല്ല മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് തന്നത്. പിന്നെ അമ്മ ബെസ്റ്റ്, നല്ല ഒരു സ്ത്രീയാണ്, ടീച്ചറായിരുന്നു അമ്മ. പിന്നെ അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. ഇവർ 3 പേരും നല്ല കൃഷിയെ താല്പര്യമുള്ളവരാണ്. അവർക്ക് അച്ഛനും അമ്മയ്ക്കും കൃഷി ചെയ്യാൻ വയ്യ, പ്രായമായി. പിന്നെ മകനാണെ കുറേ നാൾ ചെയ്ത്, ഇപ്പോൾ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് മകന് കൃഷി ചെയ്യാൻ ടൈമില്ല. വെളുപ്പാൻ കാലത്ത് പോയാൽ പത്തനംതിട്ട കോളേജിലാണ് പഠിപ്പിക്കുന്നത്. വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ വരുന്നത് 7 മണി 7 മണി 6 മണി 7 മണിക്കാണ്. പിന്നെ കൃഷി നോക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നു പോയത്. ഇപ്പം ഞാൻ വന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് തരാമെന്ന് പറയുകയും ചെയ്ത് ട്രാക്ടർ വെച്ച് എല്ലാം ട്രാക്ടർ വെച്ച് അടിച്ച് ആടി പൊളിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി കാശ് വന്നാൽ ഉടനെ ഞാൻ ട്രാക്ടർ എടുത്ത് അതിൻ്റെ എന്താ പറയുന്നത്, ട്രാക്ടർ കൊണ്ടുവന്ന് വരമ്പ് പണിയുന്നതായിരിക്കും. വരമ്പെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം പോലെ ഒറ്റ നീളത്തി വരമ്പാണ്. മാക്സിമം നീളത്തി വരമ്പ് വെച്ചിട്ട് ഒരു വരമ്പിൽ കംപ്ലീറ്റ് പച്ച ചീര, ഒരു വരമ്പിൽ കംപ്ലീറ്റ് ചുവപ്പ് ചീര, ഒരു വരമ്പ് കംപ്ലീറ്റ് വെള്ളച്ചീര, ഒരു വരമ്പ് നിറച്ചും സുന്ദരി ചീര. അങ്ങനെ ചീര ആയിട്ട് ഓരോ വരമ്പ് സ്ഥാപിക്കും. ഒരു 7-8 ചീര വിത്ത് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മൈപ്പീല് ചീര അതും സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കൈ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. മൈപ്പീല് ചീരയും ഒരു വരമ്പ് കംപ്ലീറ്റ്. പിന്നെ ബാക്കി വരുന്ന നേരത്ത് വഴുതന ഐറ്റത്തിന് ഒരു ലെങ്ത്, ഫുൾ ലെങ്ത് വഴുതന മാത്രം,
അതിനകത്ത് ഒരു 50 ചെടി പച്ച വഴുതന വെച്ചാൽ ഒരു 50 ചെടി മെറൂൺ വഴുതന, ഒരു 50 ചെടി വെള്ള വഴുതനയുണ്ട്. നല്ല രസമാണ് കാണാൻ. വെള്ള വഴുതന അടിപൊളി ഗ്ലാമർ. അതിന് മാലാക വഴുതന എന്നൊക്കെ പറയും. ആ വിത്ത് സംഘടിപ്പിക്കണം, അത് കിട്ടും. അപ്പോൾ അത് ഒരു ലൈൻ കംപ്ലീറ്റ്. പിന്നെ വേണ്ട ഒരു 10-50 അതങ്ങനെ വഴുതന ഐറ്റമൊക്കെ അങ്ങനെ ഒറ്റ ലൈനിൽ നിൽക്കും. പിന്നെ അടുത്ത ഒരു ചെറിയ ലൈൻ വെണ്ട മാത്രം എന്നുവെച്ചാൽ ഒരു 10-100 വെണ്ട പറിക്കുന്ന രീതി, 10-100 ചെടികൾ വെണ്ട മാത്രം. പിന്നെ ഒരു ലൈനിൽ പച്ചമുളകുകൾ മാത്രം, എരിവുള്ള പച്ചമുളക്, നീളമുള്ള പച്ചമുളക്, ഉണ്ട പച്ചമുളക്, പിന്നെ ബുള്ളറ്റ് പച്ചമുളക്, അതൊക്കെ ഒറ്റ ലൈൻ. ഒറ്റ ലൈൻ എന്ന് വെച്ചാൽ ഒരു 50 വെച്ച് അങ്ങോട്ട് നടും. വിത്ത് മുളയ്ക്കുന്നതനുസരിച്ച് 50 വെച്ച് അങ്ങോട്ട് നടും. മൊത്തം ഒരു ലൈൻ മൊത്തം പച്ചമുളക്, ഒരു ചെറിയ ലൈൻ മൊത്തം തക്കാളി, പച്ചമുളക് ഒരു ലൈൻ മൊത്തം. അതിന് മാത്രം സ്ഥലമുണ്ട് ഇവിടെ. ഒരു ലൈൻ മൊത്തം പച്ചമുളക്. പച്ചമുളകിൽ നമ്മുടെ ബജിമുളക് വരും, കാന്താരി വരും. അങ്ങനെ കാന്താരി 2-3 ഐറ്റം വരും. വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, ഉണ്ട കാന്താരിയൊക്കെ വരും. അങ്ങനെ ഒരു ലൈൻ മൊത്തം അത് ഒരു ലൈൻ. അപ്പോൾ വളം ഒഴിച്ചു കൊടുക്കാനൊക്കെ സൗകര്യം, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാകും. ഓരോത്തിന് ഇണങ്ങുന്ന വളം അപ്പോൾ ഓരോന്നൊന്നും ചെയ്യാൻ പറ്റും. ചീര ഒന്നിച്ച് തന്നാൽ ചീരയുടെ വളം ചീരയ്ക്ക് കൊടുക്കാൻ പറ്റും. ചീരയുടെ ഉദ്ദേശിക്കുന്നത് ചാണാൻ വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് അതിനകത്ത് ഗോമൂത്രം കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പോകും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ 2026 വലിയ ഹാപ്പിയാണ്, സന്തോഷവാനാണ്. ഇത്രയും സ്ഥലം എനിക്ക് കൃഷി ചെയ്യാനായിട്ട് 5 പൈസ ചോദിക്കാതെ, പോരായിട്ട് കിളക്കാൻ വരെ എൻ്റെ 5000 രൂപ വാങ്ങിച്ചുള്ളൂ. ബാക്കി അയാൾ കൊടുത്താൽ ഒരു 10 മുകളിൽ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും പൈസ അയാൾ മുടക്കിയിട്ടാണ് എനിക്ക് കിളച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും കൃഷിയോട് സ്നേഹമുള്ളവരാണ്. പിന്നെ ഇവിടെ മത്തൻ ഇടുന്നുണ്ട്, വെള്ളരി ഇടുന്നുണ്ട്, പിന്നെ പൊട്ട് വെള്ളരി ഇടുന്നുണ്ട്. ഇത്രയും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് നെറ്റടിച്ചിട്ട് പയറും പാവലൊക്കെ വളർത്താനാണ്. അപ്പം ഉടനെ ഒന്നും സെറ്റാകത്തില്ല, നല്ല സമയമെടുക്കും. ശരിക്കും നല്ല സമയമെടുക്കും സെറ്റാക്കി വരാൻ. എന്നാലും സെറ്റാക്കും. പിന്നെ ഒരു കാര്യം ചെയ്ത് വിൽക്കാണ്ടിരിക്കുന്ന സ്ഥലമാണ്. ചൂന്നേ 1 ലക്ഷത്തിന് 3 ലക്ഷം രൂപ വെച്ചാണ് ഇത്ര സ്ഥലം വിൽക്കാതിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്നിച്ചേ കൊടുക്കത്തുള്ളൂ, സെൻറ്റുകൾ കണക്ക് കൊടുക്കത്തില്ല. ഇത് കോമളപുരം പഞ്ചായത്താണ് അങ്ങനെ കിടക്കുന്നത്. അപ്പം അതിനകത്ത് ലിമിറ്റേഷൻ ടൈമേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്നത്രയും ചെയ്യാം. എന്തായാലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കാരണം കൊണ്ടാണ് എനിക്കിപ്പം ട്രാക്ടർ വിളിച്ച് എനിക്ക് വരമ്പെടുക്കാൻ പറ്റാതിരിക്കുന്നത്. 6000 രൂപ ഉടനെ ഒപ്പിക്കണ്ടേ, എനിക്ക് പൈസ വരാനുണ്ട്. അത് പതുക്കെ വരുത്തുള്ളൂ. പണിയില്ലാതിരിക്കുകയല്ലേ, വീട്ടിൽ മാറി ഇരിക്കുകയല്ലേ, ഒരു പണിയും ചെയ്യാതിരിക്കുകയല്ലേ. ഇപ്പോൾ 6000 രൂപ ഉടനെ ഒപ്പിക്കുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രയാസമാണ്. മുമ്പ് വർക്കുള്ള സമയത്തൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് നിമിഷം മതിയായിരുന്നു 6000 രൂപ. അപ്പം നടക്കത്തില്ല, പണി വർക്കില്ലാത്തതാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വർഷം 2026 വളരെ സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.